Hello everyone, let's start our class. Today we are going to discuss from the page number 51. Survey. Ashwin and his friends were divided into 4 groups and they visited houses to gather details of cleanliness. They visited 47 houses in all. 32 of them had wells. How many houses don't have a well? അശ്വിനും കൂട്ടുകാരും 4 ഗ്രൂപ്പുകളായി ഓരോ വീട്ടിലെയും ക്ലെൻനെസ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർ 47 ഹൗസസിൽ പോയിട്ടുണ്ട്. അതിൽ 32 ഹൗസസിൽ വെൽസ് ഉണ്ട്. വെൽസ് പറഞ്ഞാൽ കിണറുകൾ. ആൻഡ് അവർ ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി ഹൗസസ് ഡോണ്ട് ഹാവ് എ വെൽ. കിണറുകൾ ഇല്ലാത്ത എത്ര വീടുകളുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. സോ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ആൻസർ? The total number of houses they visited is 47 and the number of houses having well is 32. So we can find the answer by doing subtraction, that is 47 minus 32, and the answer is 15. They met lots of people during this. The table shows their number. അപ്പോൾ ഇവർ 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അതിൽ സ്ത്രീകളും പുരുഷന്മാരുണ്ട്. ഇവിടെ താഴെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്കവിടെ മിസ്സിങ് ആയ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഈസ് എ ഗ്രൂപ്പ്, ഇസ് എ മെൻ, ഡീറ്റെയിൽ ഓഫ് വിമൻ ആൻഡ് ദ ടോട്ടൽ. സോ ഗ്രൂപ്പ് 1 24 men and 22 women. So what's the total? It is 24 plus 22, that is 46. And group 2 32 men and the total is 58. So how many women are there? How we can find the answer? Yes, 58 minus 32. So the answer is 26. So there are 26 women. And group 3, 23 men and 16 women. So total 23 plus 16, that is 39. And group 4, they have 35 women and the total is 55. So the number of men is 20. Now which group met the most number of people? ഏത് ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ടുള്ളത്? യെസ്, നമ്പർ 58, സെക്കൻഡ് ഗ്രൂപ്പ്. ആൻഡ് ദ ലീസ്റ്റ് വൺ ഈസ് തേർഡ് ഗ്രൂപ്പ്, ദറ്റ് ഈസ് ഓൺലി 39 people. Cleanliness Club. In Ashwin school, 34 children of class 4 and 23 children of class 3 are members of the Cleanliness Club. What's the total number of children in the club from these 2 classes? അശ്വിൻ്റെ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ നിന്നും 34 ചിൽഡ്രനും അതുപോലെ 3ാം ക്ലാസ്സിൽ നിന്നും 23 ചിൽഡ്രനും നമ്മുടെ ക്ലെൻനെസ് ക്ലബിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. നമ്മളിവിടെ എന്താണ് കണ്ടെത്തേണ്ടത്? ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ക്ലബ് ഫ്രം ദീസ് 2 ക്ലാസ്സസ്. ഈ 2 ക്ലാസ്സുകളിലെയും മൊത്തത്തിലുള്ള കുട്ടികൾ, അതായത് ക്ലബിൽ ജോയിൻ ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ ഹൗ വി ക്യാൻ ഫൈൻഡ്? വി ക്യാൻ ആഡ് ദീസ് 2 numbers, that is 34 and 23. 34 plus 23. What's the answer? Yes, 57. 17 children of class 1 and 29 of class 2 also joined the club. How many more children of class 2 joined the club than children of class 1? ക്ലാസ് 1ലെ 17 കുട്ടികളും ക്ലാസ് 2ലെ 29 കുട്ടികളും കൂടി നമ്മുടെ ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിനി എന്താണ് കണ്ടെത്തേണ്ടത്? ഹൗ മെനി മോർ ചിൽഡ്രൻ ഓഫ് ക്ലാസ് 2 ജോയിൻ ദ ക്ലബ് ദാൻ ചിൽഡ്രൻ ഓഫ് ക്ലാസ് 1. ക്ലാസ് 1ലെ കുട്ടികളെക്കാളും ക്ലാസ് 2വിൽ നിന്നും എത്ര അധികം കുട്ടികൾ ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ആൻസർ? യു ക്യാൻ ഡു 29 minus 17, that is 12. To the shop. Ashwin and friends brought cleaning tools for 73 rupees. Ashwin gave 8 10-rupee notes to the shopkeeper. How much will he get back? അപ്പോൾ അശ്വിനും കൂട്ടുകാരും ക്ലീനിങ്ങിന് വേണ്ട ടൂൾസൊക്കെ വാങ്ങിച്ചു.
and the cost is 73 rupees. And Ashwin gave 8 10-rupee notes to the shopkeeper. അശ്വിൻ കൊടുത്തത് 8 10 രൂപയുടെ നോട്ടുകളാണ്. ഇനി അശ്വിന് എത്ര രൂപയാണ് തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കുക? 8 10 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 റുപ്പീസാണ്. ഇവിടെ ക്ലീനിങ് ടൂൾസിന് ആകെ വേണ്ടി വന്നത് 73 റുപ്പീസ് മാത്രമാണ്. സോ ഹൗ വി ക്യാൻ ഫൈൻഡ് ഇറ്റ്? 80 minus 73. The answer is 7. അപ്പോൾ 7 രൂപയാണ് ഷോപ്പ് കീപ്പർ അശ്വിൻ തിരിച്ചു കൊടുക്കുന്നത്. Fill in the boxes. Add 2 nearby numbers and write in the box below them. ഇവിടെ താഴെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 13, 10, 11, 9. ഇതിൽ 13, 10 എന്ന് തൊട്ടടുത്ത നമ്പേഴ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ 10 and 11, then 11 and 9. ഇങ്ങനെ തൊട്ടടുത്ത നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ വേണം താഴെയുള്ള കോളത്തിൽ എഴുതാൻ. So first one, 13 plus 10 is 23, 10 plus 11 is 21, and 11 plus 9 is 20. Now 23 plus 21, 44, 21 plus 20, 41. Now 41 plus 44 plus 41 is 85. Complete the number chain. Subtract from each number the number in the next circle and write in the circle below. ഇവിടെ നമ്മൾ സബ്ട്രാക്ഷനാണ് ചെയ്യുന്നത്. മുകളിൽ തന്നിട്ടുള്ള റോകളിൽ നിന്നും 2 നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. 56 minus 33 is 23. 33 minus 12 is 21. Now 23 minus 21 is 2. Making a broom. എന്താ ബ്രൂം എന്ന് പറഞ്ഞാൽ? ചൂല്. In Ashwin's school, children clean their classrooms and surroundings every day. അശ്വിൻ്റെ സ്കൂളിൽ എല്ലാ ദിവസവും അവിടുത്തെ കുട്ടികൾ ക്ലാസ് റൂമും സറൗണ്ടിങ്സ് എല്ലാം വൃത്തിയാക്കാറുണ്ട്. നോട്ട് ഇനഫ് ബ്രൂംസ്, ദിയ സെഡ്. അപ്പോൾ ദിയ പറയാണ് നമുക്ക് വൃത്തിയാക്കാൻ അധികം ചൂലുകളൊന്നുമില്ല. ഇഫ് ഈച്ച് ഓഫ് us bring 10 earkils, then we can make a lot of brooms, യദു സെഡ്. അപ്പോൾ യദു പറഞ്ഞെന്താണ്? ഓരോരുത്തരും 10 ഈർക്കിൾ വീതം കൊണ്ടുവന്നാൽ നമുക്ക് ഒരുപാട് ചൂലുണ്ടാക്കാമെന്നാണ്. വി ക്യാൻ മേക്ക് എ ബ്രൂം യൂസിങ് 100 ഈർക്കിൾസ്. നമുക്ക് ഒരു ചൂലുണ്ടാക്കാൻ 100 ഈർക്കിൾ വേണം. ട്രൈ ദ നമ്പർ ഓഫ് ഈർക്കിൾസ് ദേ ബ്രോട്ട്. സോ ദീസ് ആർ ദ നെയിം ഓഫ് ദ ചിൽഡ്രൻ: റിയ, ദിയ, ഉമർ, റിജിത്ത് ആൻഡ് ബിനു. അപ്പോൾ അവർ കൊണ്ടുവന്ന ഈർക്കിൾസിൻ്റെ നമ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സോ ഹിയർ they have given tens and ones. So how many tens and ones are here? That is, Riya brought 35 earkils and Diya 210, then 6 ones, that is 26. Then Umar brought 5 tens and 2 ones, that is 52. And Rijit brought 74 earkils and Binu brought 23 earkils. How many bundles of 10 make 100? എത്ര 10ൻ്റെ കൂട്ടങ്ങളാണ് 100 ആവുന്നത്? യെസ്, നമുക്ക് നോക്കാം. 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് അങ്ങനെ എത്ര 10കളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? യെസ്, 10. അപ്പോൾ 10 10കൾ ചേർന്നാലാണ് 100 കിട്ടുന്നത്. ഹൗ മെനി ബ്രൂംസ് ക്യാൻ ബി മെയ്ഡ്? എത്ര ചൂലുകളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്? അതിനാദ്യം എല്ലാവരും കൂടി എത്ര ഈർക്കിൾസ് കൊണ്ടുവന്നു എന്ന് നമ്മൾ കണ്ടെത്തണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരുടെ ഈർക്കിളുടെ എണ്ണവും നമുക്ക് കൂട്ടി നോക്കാം. സോ 35 പ്ലസ് 26 പ്ലസ് 52 പ്ലസ് 74 പ്ലസ് 23. സോ we will get 20. So we write 0, carry over the 2. Now 2 plus 3, 5, 5 plus 2, 7, 7 plus 5, 12, 12 plus 7 is 19, and 19 plus 2 is 21. So we got the answer 210 earkils. Now with these 210 earkils, how many brooms can be made? With 200 earkils we can make 2 brooms. ഒരു ബ്രൂം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് 100 ഈർക്കിളാണ് വേണ്ടത്.
അപ്പോൾ 200 ഈർക്കിൾ കൊണ്ട് നമുക്ക് എത്ര ചൂലുണ്ടാക്കാം? Yes, 2 brooms. So we can write here 2. Now, how many earkils are left? നമുക്ക് total number of earkils is 210 and we take only 200. What's the number left here? 210 minus 200 and the answer is 10. Now, 100 in different ways. Here they have given 100. We have to find how many ways we can write 100. Dash tens is equal 100. That is 10 tens are 100. And how many ones are 100? Yes, 100 ones are 100. 99 plus 1 is 100. Then 50 plus 50 is 100. 90 plus 10 is 100. And here 75 plus 25 is also 100. Summing up. Take all pairs of numbers from the picture and find their sum. So here we have to do addition. So we have to find the sum of 23 plus 26. Then the next pair is 26 plus 72. Then next one is 23 plus 22. 26 plus 22. Then 26 plus 72. 22 plus 72. We have to find the sum of these numbers. Game with digits. Write the digits from 1 to 5 in cards. Take a card and the next card. Make 2-digit numbers using them. For example, if 1 and 2 are selected, then the numbers we can make are 12 and 21. ഇവിടെ എന്താണ് പറയുന്നത്? 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തൊട്ടടുത്ത് വരുന്ന രണ്ട് നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം, രണ്ട് കാർഡ്സ് സെലക്ട് ചെയ്യണം. സോ ഹിയർ 1 ആൻഡ് 2 രണ്ടും തൊട്ടടുത്ത് വരുന്ന നമ്പേഴ്സാണ്, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഏതൊക്കെ പുതിയ നമ്പേഴ്സ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ 1 ആൻഡ് 2 വി ക്യാൻ റൈറ്റ് 12 ആൻഡ് 21 അല്ലേ. 1ഉം 2ഉം അടുപ്പിച്ച് എഴുതിയാൽ 12 ആവും, തിരിച്ചെഴുതിയാൽ 21 ആവും. വിച്ച് ഈസ് ദ ലാർജർ നമ്പർ? യെസ്, 21 ഈസ് ദ ലാർജർ നമ്പർ. വാട്ട് നമ്പർ ആഡഡ് ടു 12 മേക്ക് 21? 12ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് 21 ലഭിക്കുക? സോ ഫോർ ഫൈൻഡ് ദ ആൻസർ വി ഹാവ് ടു ഡു 21 മൈനസ് 12. സോ ദ ആൻസർ ഈസ് 9. അപ്പോൾ 12ൻ്റെ കൂടെ 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 21 കിട്ടും. നൗ choose pairs of cards like this and make 2-digit numbers. How much larger is one number than the other? Complete this table. ഇതുപോലെ നമ്മൾ പുതിയ നമ്പേഴ്സ് സെലക്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്തണം. സോ ഫസ്റ്റ് വൺ ഡിജിറ്റ് സെലക്റ്റഡ് 3 and 4. The large number is 43 and the smaller number is 34. Now difference. Difference means subtraction. So 43 minus 34, the answer is 9. Now next number is 4 and 5. So 4 and 5 we can make large number 54 and small number 45. Now difference 54 minus 45. Difference is 9. Now the next number we can take is 2 and 3. So the large number is 32 and the small number is 23. And difference 32 minus 23, 9. Now anything special about the difference? എന്തെങ്കിലും വെറൈറ്റി സ്പെഷ്യലായി തോന്നുന്നുണ്ടോ ഡിഫറൻസിൽ? യെസ്, ഇതെല്ലാ നമ്പേഴ്സും 9 ആണ് അല്ലേ. അപ്പോൾ ഡിഫറൻസ് 9 ആണ്. Card game. Make 2-digit numbers using a pair of these cards. Write down all these. ഇവിടെ നമുക്ക് 3 കാർഡ്സ് തന്നിട്ടുണ്ട്, 1, 2 and 3. നമ്മൾ ഈ കാർഡ്സ് യൂസ് ചെയ്ത്, അതായത് 2 കാർഡ്സ് പെയറായിട്ട് 2 കാർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് പുതിയ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടാക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ 3 നമ്പേഴ്സ് യൂസ് ചെയ്യണം.
ഈ 1 വീണ്ടും ആവർത്തിക്കാൻ പാടില്ല. അതുപോലെ ഓരോ നമ്പേഴ്സും ആവർത്തിച്ച് എഴുതാനും പാടില്ല. So here we can make, by taking 12, we can make 12 and 21. Then 12 and 21. Then 2 and 3, 23 and 32. And next one is 1 and 3. That is 31 and 13. ഇത്രയും നമ്പേഴ്സാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. Now find the smallest number. So here the smallest number is 12 and the largest number is 32. Now putting in order, write these numbers from smallest to the largest. We have to arrange these numbers in ascending order. So we can write it as 12, 13, 21, 23, 31 and 32. That's for today's class. Thank you.